കൂട്ടുകാരെ ഇതുണ്ടോ, നല്ല സൂപ്പർ ബീഫാട്ടോ. ഇതുകൊണ്ട് നമുക്ക് BDF സെറ്റ് കാണിച്ചു തരട്ടെ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള BDF ആട്ടോ. ഇടയ്ക്ക് വീട്ടിൽ 1 കിലോ 2 കിലോ ഒക്കെ മേടിക്കുമ്പോഴത്തേക്കും ഒരു ½ കിലോ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കാണിച്ചു തരാവേ. വാ കൂട്ടുകാരെ, നല്ല സൂപ്പർ ബീഫാട്ടോ. 1/2 കിലോ ഉണ്ടേ. അധികം നെയ്യൊന്നുമില്ല കേട്ടോ. നമ്മൾ ഒരു 60-70 ഗ്രാമിലുള്ള അളവിൽ ഈ ഒരു മുഴുപ്പിൽ ബീഫ് കട്ട് ചെയ്ത് മാറ്റുന്നു. ഇതുണ്ടോ, കത്തി നല്ല ഷാർപ്പാട്ടോ. ഇപ്രാവശ്യം ചാച്ചനും അമ്മച്ചിയും പെങ്ങളുടെ അടുത്ത് പോയപ്പോൾ കൊണ്ടുവന്നാണേ നൈഫ്. നല്ല ബ്ലേഡാട്ടോ. അവർ ലണ്ടനിലാണ്, അപ്പോൾ അവിടുന്ന് കൊടുത്തു വിട്ടാണ്. വീട്ടിൽ അരിയാൻ വേണ്ടി കൊടുത്തു വിട്ടാണ്. പക്ഷേ അമ്മച്ചിമാർക്കൊന്നും ഇതുപോലത്തെ കത്തി വഴങ്ങിയില്ല നീ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ നൈസായിട്ട് അടിച്ചു മാറ്റി. അപ്പോൾ ദേ ഒരു കഷ്ണം ഇഞ്ചി ചുമ്മാ ഒന്ന് ചതച്ച്, ഒരു കുടം വെളുത്തുള്ളി അങ്ങനെ എന്നോട് കൊടുത്തു. 2 സ്പൂൺ അളവിൽ ഡാർക്ക് സോയ സോസ്. ഇതൊക്കെ അതിൻ്റെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഒരു സംഭവങ്ങൾ കേട്ടോ. അതുകൊണ്ടാണ് സോയ സോസ് ഒക്കെ ഒഴിക്കുന്നത് കേട്ടോ. എന്നിട്ട് ദേ ബീഫിന് പിടിക്കാൻ ആവശ്യമായ ഉപ്പ്, മുളക് പൊടി, എരിവുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൗഡർ ഇത്രയും ചേർത്ത് ഒക്കെ വെള്ളമൊഴിച്ച് കുക്കറിൽ ബീഫിൻ്റെ വേവിനനുസരിച്ച് 6-7 വിസിൽ വേവിച്ചെടുക്കണം. കൂടുതലങ്ങ് വെന്ത് പോകാനും പാടില്ല. നമ്മളെ ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ആ വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പില തണ്ട് മാറ്റി കളയും പോലെ കളയുക. അതിൻ്റെ സത്തെല്ലാം അതിൻ്റെ അകത്ത് വലിച്ചിട്ടുണ്ട്. ബീഫ് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുക. എന്നിട്ട് ചെറിയ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക. ചെറിയൊരു ജൂലിയൻ കട്ട് ചെയ്യുന്ന പോലെ. ഇതുണ്ടോ, ഇത്തിരി കട്ടിക്ക്. ഇത് ശരിക്കും ബീഫ് നമ്മൾ മസാലയൊക്കെ ഇട്ട് ശരിക്കും കൈ കൊണ്ട് ഉടയ്ക്കുമ്പോൾ ബീഫൊക്കെ ചിലപ്പോൾ പൊടിഞ്ഞു പോകും കേട്ടോ. അങ്ങനെ പൊടിയാണ്ട് കിടക്കുന്ന ബീഫ് ഉണ്ടെങ്കിൽ അത് വേവ് കുറവായിരിക്കും. കാരണം ഒരു 80% അത് വെന്തിട്ടുള്ളതായിരിക്കും. അത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ കടിക്കുമ്പോഴേ ഒരു റബ്ബർ പോലെ ഇരിക്കും. ഉണക്കമുളക് ചതച്ചത്, ഒരു കുടം വെളുത്തുള്ളി വീണ്ടും ചതച്ചത് ബീഫിലേക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ തന്നെ ഈ വെളുത്തുള്ളിയിലൊക്കെ ഒരു ടേസ്റ്റ് കേട്ടോ മൊരിയുമ്പം. ഞാൻ പറഞ്ഞുതരാവേ. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരേ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കണം. കൈ പിടിച്ച് ഇതുപോലെ ഒരു 3ആയിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ. എന്നിട്ട് തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ കിച്ചാന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് നേരെ നമ്മുടെ ബീഫിൻ്റെ കൂട്ടത്തിലേക്ക് ഇടുക. അപ്പോൾ അതായി. അതിനുശേഷം വീണ്ടും കാശ്മീരി മുളക് പൊടി ആയിട്ടുണ്ട് കളറിന് വേണ്ടിയിട്ട്. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ½ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി മല്ലിപ്പൊടി ഇറക്കണം കേട്ടോ. ഇനി ഒരു 1/2 സ്പൂൺ അളവിൽ ഗരം മസാല, പിന്നെ ഒരു കുറച്ച് ഉപ്പും. പിന്നെ ഒരു നാരങ്ങയുടെ വെഡ്ജാട്ടോ. അതായത് നാരങ്ങയുടെ കുരു നടുക്ക് നിർത്തിയിട്ട് സൈഡ് ഫുള്ള് കട്ട് ചെയ്തെടുക്കും. അതിനാണ് ഈ ലൈം വെഡ്ജ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞത്. അത് ശരിക്കും ഇതുപോലെ അങ്ങ് പിഴിഞ്ഞൊഴിക്കുക. അതിനുശേഷം കടലമാവാണേ. ഒരു 1.5 സ്പൂൺ അളവിൽ കടലമാവ് ചേർത്തു. കടലമാവില്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഈ കടലമാവ് ടേസ്റ്റിന് വേണ്ടി ചേർക്കണം കേട്ടോ. ഇതിപ്പോൾ കോൺഫ്ലോറാണ്. നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന കോൺഫ്ലോർ ഉണ്ടല്ലോ, ചെറിയ പാക്കറ്റ്, അതൊരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തു. ഇത് അരിപ്പൊടിയാണ്. അതായത് തീരെ നമ്മുടെ അപ്പത്തിൻ്റെ പൊടിയല്ല, ഒരു ചെറിയ തരിയുള്ള പൊടി. ഇതൊരു 2.5 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ടേ. പിന്നെ നമ്മുടെ ക്രഷ് ചില്ലിയും. കടലമാവ് ടേസ്റ്റിനാണെങ്കിൽ കോൺഫ്ലോർ അതിൻ്റെ ബൈൻഡിങ്ങിനും, അരിപ്പൊടി ഒരു ക്രഞ്ചിനെസ്സും ക്രിസ്പിനെസ്സും കിട്ടാൻ വേണ്ടി കേട്ടോ. ആ ബീഫിൻ്റെ സ്റ്റോക്ക് ഒഴിച്ച് നന്നായിട്ട് ഇതുപോലെ തിരുമി ശരിക്കും അങ്ങ് ഉടയ്ക്കണം. ബീഫ് നന്നായിട്ട് വെന്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കൈകൊണ്ട് ഉടയ്ക്കുമ്പോൾ ചെറിയ ചെറിയ പൊട്ടലും നീളമുള്ള പീസൊക്കെ ചിലപ്പോൾ ഒടിഞ്ഞേ പോകും കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കൂട്ടുകാരെ, നമുക്ക് ഈ വീട്ടിലൊക്കെ നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് ഞുറുക്കിയ ബീഫും ഇതുപോലെ തന്നെ ഈ മസാലത്തിന് ഇങ്ങനെ ചെയ്യാം കേട്ടോ. കാര്യം എപ്പോഴും ഇങ്ങനെ വലിയ ബീഫ് തുണ്ടമായിട്ട് ബോലിയായിട്ട് അരിഞ്ഞ് എടുക്കുന്ന പരിപാടിയൊന്നും നടക്കുമൊന്നുമില്ലല്ലോ. അപ്പോൾ നമുക്ക് വീട്ടിൽ നമ്മുടെ ബീഫ് കറിക്ക് മേടിക്കുന്ന ബീഫും ഇങ്ങനെ ചെയ്യാം കേട്ടോ. ആ വെളുത്തുള്ളി മൊരിഞ്ഞതും സവോള കൂടെ ഇതിൻ്റെ കൂടെ മൊരിയുമ്പോൾ എന്നാ ഒരു ടേസ്റ്റാണെന്നറിയോ. ലാസ്റ്റ് കറിവേപ്പില ഇട്ടിട്ട് കോരണം കേട്ടോ. ഇത് ഓയിലാണ് ഫ്രൈ ചെയ്യണേ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്താലേ വെളിച്ചെണ്ണ ഒക്കെ വീട്ടിൽ ഇരുന്ന് കഴിയുമ്പോൾ കാറച്ചു പോകും. കൂട്ടുകാരെ, ഇത് കണ്ടോ, പച്ച വെളിച്ചെണ്ണയാണേ. നമ്മൾ വീട്ടിലൊക്കെ ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ ഇത്രയും കൂടുതൽ ഫ്രൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ ഒന്ന് സോൾഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ആ വെളിച്ചെണ്ണ ഒന്ന് തളിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ കടിക്കുന്ന ഓരോ ബൈറ്റ്സിനും ആ വെളിച്ചെണ്ണയുടെ പഞ്ച് ഇങ്ങനെ നിൽക്കും. എന്നിട്ട് കുരുമുളക് പൊടി ഇട്ട് മിക്സ് ചെയ്യും. ഒരു നാരങ്ങയുടെ ചെറിയൊരു ഗാർണിഷൂടെ കാണിച്ചു തരാവേ. പിന്നെ ഈ BDFൻ്റെ ഒരു ഫ്ലേവർ എന്ന് വെച്ചാൽ നമ്മൾ ആ വെളുത്തുള്ളി ചതച്ചതും സവോളയും കൂടെ ഇതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടങ്ങ് മൊരിഞ്ഞിട്ട് ആ പൊടി കഴിക്കാൻ തന്നെ എന്നാ ഒരു ടേസ്റ്റാണെന്നറിയോ. നല്ല കറുമുറാന്നിരിക്കും. ബാക്കിയുള്ള നാരങ്ങ അതുപോലെ അങ്ങ് ഇറക്കി വെച്ച് കൊടുക്കും. കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ BDF ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ മറ്റുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കേ.
എന്നാൽ ശരി, എന്നാൽ അടുത്ത് പിടിക്കണവേ. താങ്ക് യു.